ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ വചനത്തിൻ്റെ കീഴിൽ ഒരുമിച്ചായിരിക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടെ ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടെ നമുക്ക് ദൈവവചനത്തിൻ്റെ കീഴിൽ ആയിരിക്കാം. നാം ഇപ്പോൾ പഠിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ളതായ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കത് വേണ്ടുമെന്ന ക്ലാസ്സും ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ല. നോക്കിയപ്പോൾ സമയം പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് പലർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതായ ഒരു വേണ്ടുമെന്നങ്ങ് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞില്ല. എന്താണ് ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുകയില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നില്ല, സംശയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എനിക്കും കൂടുതലായിട്ട് പഠിക്കാൻ കഴിയുമല്ലോ. നിങ്ങളതിനായിട്ട് ഒന്നുകൂടെ സജീവരായിരിക്കുന്നത് നല്ലതാണ്. കഴിയുമെങ്കിൽ കഴിയാവുന്നിടത്തോളം പേര്, നിർബന്ധമില്ല, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നെറ്റ് കണക്ഷൻ അനുകൂലമാണെങ്കിൽ വീഡിയോ ഓണാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിച്ച് നമ്മൾ കൂടുതൽ സ്പീഡിൽ പോകുന്നതിനേക്കാൾ ഗ്രഹിച്ചു പോകുന്നതാണല്ലോ നല്ലത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ 7 മുദ്രകളാണ് വിഷയം. 7 മുദ്രകൾ. 5-ാം അധ്യായത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട അകത്തും പുറത്തും എഴുത്തുള്ളതായൊരു പുസ്തകം. മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം തുറക്കുവാനും യോഗ്യരായി ആരെയും കാണാകിയാൽ യോഹന്നാൻ കരയുന്നു. മൂപ്പന്മാരിൽ ഒരുത്തൻ മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം തുറക്കുവാനും യോഗ്യനായവനെ ചൂണ്ടിക്കാണിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് ഏറ്റുപാടുന്നു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ച് കർത്താവ് മുദ്രകൾ ഓരോന്നോരോന്ന് പൊട്ടിക്കുകയാണ്. ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ കാണുന്നതായ കാര്യങ്ങൾ അതാണ് നാം ചിന്തിച്ചു പോരുന്നത്. ഈ ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ കാണുന്നതായ ഇതെല്ലാം വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ഈ ലോകത്തെ ദൈവം എങ്ങനെ ഒരുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി ഈ ലോകത്തെ ഒരുക്കുന്നു. ഇന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകുമാറ് അന്ന് യോഹന്നാനെ വെളിപ്പെടുത്തി കിട്ടിയതായ കാര്യങ്ങൾ നാം അത്ഭുതപ്പെട്ടു പോകുമാറ് നിറവേറപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന് ഉദ്ദേശിക്കുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്. മഹത്വ പ്രത്യക്ഷതയ്ക്ക് 7 വർഷം മുൻപ് മധ്യാകാശത്ത് സഭയെ ചേർക്കാനായിട്ട് കർത്താവ് കടന്നു വരും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ വരും, ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഭരണം നടത്തേണ്ടതിന് ഈ ലോകത്തെ ഒരുക്കുവാൻ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ രംഗപ്രവേശം. ആദ്യത്തെ മുദ്രകളൊക്കെ നാം നോക്കുമ്പോൾ കാണുന്നത് എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനമാണ്. എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്
കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി, ജനനത്തിനു വേണ്ടി നാം മനഃപ്പാഠം പഠിച്ചതായ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയച്ചു. കാലസമ്പൂർണതയ്ക്കായി മനുഷ്യരുടെ രാജ്യത്വത്തിന് മേൽ അധികാരമുള്ളവനായ ദൈവം എങ്ങനെയാണ് ഈ ലോകത്തെ ഒരുക്കിയത്? ലോക സാമ്രാജ്യ ശക്തികളെ കാലസമ്പൂർണതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം 4 സാമ്രാജ്യ ശക്തികളിലൂടെ പ്രവർത്തിച്ചതായ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. അല്പം ചരിത്രത്തിലേക്ക് കൂടി ഇറങ്ങിപ്പോയതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ അത്രയ്ക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ നാം ഇതെല്ലാം പഠിച്ചിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും എല്ലാം പ്രയോജനപ്പെടുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിയതായ 4 സാമ്രാജ്യ ശക്തികളെക്കുറിച്ച്, ആ സാമ്രാജ്യ ശക്തികളെല്ലാം നിലവിൽ വരുന്നതിന് മുമ്പ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ കാര്യങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ ബിംബം ആ സ്വപ്നത്തിലൂടെയും ദാനിയേൽ കണ്ടതായ 4 മൃഗങ്ങളുടെ ദർശനത്തിലൂടെയും വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് നാം ഓടിച്ച് ചിന്തിച്ചത്. അതെല്ലാം നിറവേറി കഴിഞ്ഞു. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യാവതാരത്തിലൂടെ സഭയുടെ സ്ഥാപനമാണ്. സഭ രൂപപ്പെട്ടത് അങ്ങനെയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ സഭ രൂപപ്പെട്ടു. കർത്താവിൻ്റെ ക്രൂശുമരണത്താൽ രക്ഷ ഒരുക്കപ്പെട്ടു, സഭ രൂപപ്പെട്ടു. അപ്പോൾ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി ദൈവം സാമ്രാജ്യ ശക്തികളെ ഉപയോഗിച്ചു. ഒന്നാമത്തെ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യമാണ്. ബാബേൽ സാമ്രാജ്യം. ബാബേൽ സാമ്രാജ്യത്തിലൂടെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ദൈവം എങ്ങനെയാണ് ലോകത്തെ ഉപയോഗിച്ചത് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. എങ്ങനെ ഉപയോഗപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ബാബേൽ സാമ്രാജ്യം സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, സഭയുടെ രൂപീകരണത്തിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെട്ടത് എന്ന് പറയാൻ പറ്റുമോ? അപ്പോസ്തലന്മാർ കടന്നു ചെന്ന സ്ഥലങ്ങളിലെല്ലാം ആദ്യമായി വചനം പ്രസംഗിച്ചത് എവിടെയാണ്? സിന്നഗോഗുകളിൽ. ഈ സിന്നഗോഗുകളാണ് യഹൂദന്മാരുടെ പള്ളികൾ എന്നറിയപ്പെടുന്നത്. ഓരോ സ്ഥലങ്ങളിലുമുള്ള യഹൂദന്മാർക്ക്, ഓരോ ദേശത്തുമുള്ളതായ യഹൂദന്മാർ കൂടി വരുന്ന കൂടിവരവുകളുണ്ടായി, അവരുടെ ഗാദറിങ്. അത് അവരോട് വചനം പ്രസംഗിക്കാൻ സഹായമായി. ഈ പള്ളികൾ അപ്പോസ്തലരുടെ പുസ്തകം പഠിക്കുമ്പോൾ അതുപോലെ തന്നെ കർത്താവും അവരുടെ പള്ളികളിൽ എഴുന്നേറ്റുന്നതും കാണുന്നുണ്ട്. ബാബേൽ പ്രവാസം വരെ സിന്നഗോഗുകളില്ല, യഹൂദന്മാരുടെ പള്ളികളില്ല. ബാബേൽ പ്രവാസകാലത്താണ് അവരുടെ ദൈവാലയമില്ലാത്ത, ആരാധനയില്ലാത്ത കാലത്ത് അവർ ഒരുമിച്ച് കൂടുവാനായിട്ട് സിന്നഗോഗുകൾ പള്ളികൾ പണിതത്. എന്നാൽ ബാബേൽ പ്രവാസം കഴിഞ്ഞവർ മടങ്ങി വന്നപ്പോഴും അതവർ നിലനിർത്തി. അതുപോലെ യഹൂദന്മാർ എന്നുള്ളതായ പേര് ലഭിക്കുന്നതൊക്കെ ആ കാലത്താണ്. യഹൂദന്മാരുടെ രാജാവായി ക്രിസ്തു പിറക്കുവാനെല്ലാം അത് കാരണമായി തീർന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നത് എവിടെ? ഇസ്രായേൽ ജനത്തെ മുഴുവനും യഹൂദന്മാരെന്ന് പേര് വിളിക്കാൻ തുടങ്ങിയത് ആ കാലയളവിലാണ്. അതുപോലെ തന്നെ
മേദ്യ പേർഷ്യൻ സാമ്രാജ്യം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം അതിലൂടെ പ്രവർത്തിച്ചതായ കാര്യങ്ങൾ, ഗ്രീക്ക് സാമ്രാജ്യത്തിലൂടെ പ്രവർത്തിച്ചതായ കാര്യങ്ങൾ, നിങ്ങളൊന്നുകൂടെ ആ നോട്ട്സ്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ നോട്ട്സ് വായിച്ചാൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഗ്രീക്ക് സാമ്രാജ്യം, ഈ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയ രാജ്യങ്ങളിലെല്ലാം യവനായ സംസ്കാരവും യവന ഭാഷയും ഗ്രീക്ക് ഭാഷയും പഠിപ്പിച്ചു. അപ്പോൾ ലോകം മുഴുവൻ എവിടെ ചെന്നാലും, ഇന്നിപ്പോൾ ഇംഗ്ലീഷ് ഉള്ളതുപോലെ എവിടെ ചെന്നാലും ലോകം മുഴുവൻ അറിയുന്നതായൊരു ഭാഷ നിലവിൽ വരുവാൻ, അത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വളരെ സഹായകമായി തീർന്നു. കാലസമ്പൂർണതയ്ക്കായി ലോകത്തെ ഒരുക്കുവാൻ ദൈവം ആ സാമ്രാജ്യശക്തിയെ ഉപയോഗിച്ചു. റോമൻ സാമ്രാജ്യം എല്ലാ റോഡുകളും റോമിലേക്ക് ഒരു ചൊല്ല് തന്നെ നിലവിൽ വന്നു. ഗതാഗത സൗകര്യവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം യാത്ര ചെയ്യാൻ, അപ്പോസ്തലന്മാർക്ക് യാത്ര ചെയ്യാനും സുവിശേഷം അതിവേഗം പ്രചരിക്കുവാനും എല്ലാം വളരെ സഹായകമായി. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അധികാരമുള്ളവനായ ദൈവം 4 സാമ്രാജ്യങ്ങളെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 മുദ്രകളിൽ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ 4 കുതിരകളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ 4 കുതിരകൾ സാമ്രാജ്യ ശക്തികളെയാണ് കാണിക്കുന്നത്. കുതിര ശക്തിയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി എതിർ ക്രിസ്തു ഈ ലോകത്ത് രംഗപ്രവേശം ചെയ്യുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്ത് ഉപയോഗിക്കുന്ന 4 സാമ്രാജ്യ ശക്തികളായി നമുക്കതിനെ ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ ആദ്യം ആ ഒരു വഴിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഏതാണ്ട് ക്ലിയറായോ? ഏതാണ്ട് മനസ്സിലായോ? ഏതാണ്ട് മനസ്സിലായോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കായിരിക്കും, എന്തിനാ ഈ ചരിത്രമൊക്കെ പഠിക്കേണ്ടത്, ബൈബിളിലെല്ലാം നമുക്ക് ആത്മാവിന് പ്രയോജനമുള്ളൊരു കാര്യങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കും. പക്ഷേ നമ്മളത് ബൈബിൾ ക്ലാസ്സാണ്. ബൈബിൾ ക്ലാസ്സിൽ ബൈബിൾ പഠിക്കണമെങ്കിൽ, അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാലേ പറ്റും. കിട്ടിയോ? ക്ലിയറായോ? ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം നമ്മുടെ ആത്മാവിന് പ്രയോജനം ചെയ്യും. കാരണം നമ്മുടെ ദൈവം ആരാണ്? നമ്മളൊരു കെട്ടുകഥയുടെ പുറകെ പോകാൻ ഇറങ്ങി തിരിച്ചവരല്ല. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ചരിത്ര സത്യങ്ങൾ കൂടെയാണ്. ആരുടെയും ഭാവനയിൽ തോന്നിയതൊന്നും അല്ല ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1-ാമത്തെ ജീവിയായ സിംഹം നീ വരിക എന്ന് 4 ജീവികളിൽ 1-ാം ജീവി ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ആരാണ് ഈ 1-ാം ജീവി? ഏതാണ് 1-ാം ജീവി? ഏതാണ്? വെളിപ്പാട് 4:7 വായിച്ചേ. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. അപ്പോൾ കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഇടിമുഴക്കം പോലെ ശബ്ദിക്കുന്നത് ആരാണ്? സിംഹം. 1-ാം ജീവി സിംഹം ഇടിമുഴക്കം പോലെ ശബ്ദിക്കുന്നത് കേട്ടു. അപ്പോൾ
ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു. ഈ കുതിര ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമാണ്. ഈ കുതിരപ്പുറത്തിരിക്കുന്നവൻ അധികാരിയാണ്. കാരണം ഈ കുതിരപ്പുറത്തിരിക്കുന്നവനൊരു കിരീടം കൂടെ ഉണ്ടെങ്കിൽ അവനൊരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ്. അവനൊരു കിരീടം ലഭിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവനൊരു സാമ്രാജ്യത്തിൻ്റെ അധികാരിയാണ്, സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ്. ഞാൻ കാണുന്നത് എങ്ങനെയാണ്? വരിക എന്ന 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, വില്ല്. അവന് ഒരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 1-ാം ജീവി സിംഹം, ഇടിനാദം പോലെ, ഇടിമുഴക്കം പോലെ പറയുന്ന ശബ്ദം. ഒരു വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ. വേണമെങ്കിൽ ആ പിക്ചറൊന്ന് ഷെയർ ചെയ്യാം. യോഹന്നാൻ കാണുന്ന, വെറുതെ ശരിയായതൊന്നുമല്ല, ഭാവനയിൽ വരച്ചിരിക്കുന്നതായ ആ ഒരു വെള്ളക്കുതിര ഒന്നുകൂടെ നമ്മുടെ മനസ്സിലത് പതിയാനായിട്ട് സഹായിക്കും. ഒരു വെള്ളക്കുതിരപ്പുറത്ത് കിരീടമുള്ള ഒരുവൻ ഇരിക്കുന്നു. അവൻ അധികാരിയാണ്. അവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷെ അമ്പില്ല. വില്ലുണ്ട്, അമ്പില്ല. ഈ വില്ലെന്തിനെ കാണിക്കുന്നു? നമ്മളിതിനു മുമ്പ് ചിന്തിച്ചതാണ്. വില്ല് എന്തിനെയാണ് കാണിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ വില്ലെന്തിനെ കാണിക്കുന്നു? സമാധാനത്തെ കാണിക്കുന്നു. സമാധാന ഉടമ്പടി. ഒന്ന് വായിച്ചു വേണമെങ്കിൽ ഉൽപ്പത്തി 9:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. ഞാൻ ഭൂമിയിലുള്ള സകല മനുഷ്യരോടും ചെയ്യുന്ന സമാധാന നിയമത്തിൻ്റെ അടയാളം ഇതാണ്, ഈ വില്ലാണ് എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. സമാധാന നിയമത്തെ കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ വില്ലുണ്ട്, അമ്പില്ല. സമാധാനം ഘോഷിക്കുന്നതാണ്. അതുപോലെ തന്നെ അവനൊരു കിരീടവും ലഭിച്ചു. അധികാരിയാണ്. കിരീടമുണ്ട്, വില്ലുണ്ട്. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ജയാളിയായി പുറപ്പെട്ടു. ഇത് കാണിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സമാധാനപരമായ രംഗപ്രവേശത്തെയാണ് ഇത് കാണിക്കുന്നത്. ആൻറ്റി ക്രൈസ്റ്റ്. എതിർ ക്രിസ്തു വലിയ ഭീകരനായി, യോഹന്നാൻ ദാനിയേലൊക്കെ ഘോരവും ഭയങ്കരവുമായ മൃഗത്തെയാണ് കാണുന്നതെങ്കിലും ഒരു മൃഗം പോലെ വന്നാലൊന്നും ആരും കൈക്കൊള്ളില്ല. അവൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനായി സമാധാനത്തിൻ്റെ അടയാളവുമായിട്ടാണ് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആൻറ്റി ക്രൈസ്റ്റ് രംഗപ്രവേശനം ചെയ്യുന്നതിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കാൻ, ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ ലോക ചരിത്രത്തിലൂടെ ദൈവം ചില ലോകശക്തികളെ ഉപയോഗിച്ചതാണ് ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ കാണുന്ന 4 കുതിരകൾ. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു
വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ചുമന്ന കുതിര പ്രത്യക്ഷപ്പെടുന്നു. മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു കറുത്ത കുതിര പ്രത്യക്ഷപ്പെടുന്നു. നാലാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു മഞ്ഞക്കുതിര. അത് ശരിയായ പരിഭാഷയിൽ പച്ചക്കുതിരയാണ്. അത് പിന്നീട് അതിലേക്ക് നമ്മൾ പറഞ്ഞുകൊള്ളാം. നമ്മുടെ മലയാളത്തിൽ നാം ഉപയോഗിക്കുന്നതായി ബൈബിളിൽ മഞ്ഞക്കുതിര എന്ന് എഴുതിയിരിക്കുന്നു. ഒരു വിളറിയ പച്ചയാണ് മഞ്ഞ. വിളറിയ പച്ച ആണ് മഞ്ഞ. അപ്പോൾ പച്ചക്കുതിര എന്നാണ് മൂലഭാഷയിലെല്ലാം നാം കാണുന്നത്. അപ്പോൾ വെള്ളക്കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞക്കുതിര പണ്ടുള്ള പൗരാണിക ലോകത്തെ രൂപപ്പെടുത്തുവാൻ, കാലസമ്പൂർണതയ്ക്ക് വേണ്ടി പണ്ടുണ്ടായിരുന്ന പൗരാണിക ലോകത്തെ രൂപപ്പെടുത്തുവാൻ 4 സാമ്രാജ്യ ശക്തികളെ ദൈവം ഉപയോഗിച്ചതായ കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതായ കാര്യമാണ്. എന്നാൽ ഇന്നുള്ള ലോകത്തെ, നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇന്നുള്ള ലോകത്തെ ഇതുപോലെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, ഇന്നായിരിക്കുന്നത് പോലെ, ഇന്ന് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏതാണ്ട് പൂർണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ ഇന്നുള്ള ഈ ലോകത്തെ ഇതുപോലെ രൂപപ്പെടുത്തുവാനായിട്ട് 4 ലോകശക്തികളെയാണ് ദൈവം ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ 4 ലോകശക്തികൾക്ക് ദൈവം രാജത്വം ഏൽപ്പിച്ചു കൊടുത്തു. ആ കാര്യങ്ങളാണ് 1, 2, 3, 4 കുതിരകളെ കാണിക്കുമ്പോൾ, ഈ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നതായ വെള്ളക്കുതിര ഇന്നുള്ളതുപോലെ ഈ ലോകത്തെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു കാലത്ത് ഈ ലോകത്തിൽ പ്രവർത്തിച്ചതായ ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രതീകമാണ്. നാം ചരിത്രം പഠിക്കാൻ നമുക്കറിയാം, ഇന്നുള്ള ഈ ലോകത്തെ ഇതുപോലെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൻ്റെ ശക്തി. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഇടിമുഴക്കം പോലെ മുഴങ്ങി കേൾക്കുന്നത് സിംഹത്തിൻ്റെ ശബ്ദമാണ്. സിംഹത്തിൻ്റെ ശബ്ദം. പ്രത്യക്ഷപ്പെടുന്ന കുതിര വെള്ളക്കുതിരയാണ്. ഇനി നാം ഒന്ന് ചിന്തിച്ചാൽ, ഈ സിംഹം, 1-ാം ജീവി സിംഹം, അത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. ഇംഗ്ലണ്ടിൻ്റെ ചിഹ്നമാണ്, ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ് സിംഹം. നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ല പഠിക്കുന്നവർക്കറിയാം, ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ദേശീയ മൃഗം സിംഹമാണ്. സിംഹം. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ് ഈ സിംഹം എന്ന് പറയുന്ന മൃഗം. അപ്പോൾ 1-ാം ജീവി ഗ്രേറ്റ് ബ്രിട്ടനെയാണ് കാണിക്കുന്നത്. ഇന്ന് ലോകത്തിലെ 1-ാമത്തെ ശക്തി വെള്ളക്കാരാണ്. വൈറ്റ് ഫോഴ്സ് എന്ന് പറയും. വൈറ്റ് ഫോഴ്സ്. വെള്ളക്കാരാണ് ഇന്ന് ലോകത്തിലെ 1-ാമത്തെ ശക്തി. എന്നാൽ ഈ ബ്രിട്ടൻ ക്ഷയിച്ചു പോയി. ബ്രിട്ടന് ഒരു കാലത്തുണ്ടായിരുന്നതായ ആ ശക്തി ഇന്ന് അത്ര കണ്ടില്ല. ഇന്ന് ബ്രിട്ടൻ ക്ഷയിച്ചു പോയി. എന്നാൽ ബ്രിട്ടൻ ക്ഷയിച്ചു പോയി വളർന്നു വന്ന മറ്റൊരു ശക്തിയാണ് അമേരിക്ക. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ്. നാം പഠിച്ചു വരുമ്പോൾ ഈ ബ്രിട്ടനിൽ നിന്ന് പറഞ്ഞു പോകുന്നതായ, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ കഴുകൻ ചിറകെന്ന് പറയും. ബ്രിട്ടനിൽ നിന്ന് പറഞ്ഞു പോകുന്നതായ കഴുകൻ ചിറകാണ് അമേരിക്ക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം കാണുമ്പോൾ ഒരു ചിറക്, കഴുകൻ്റെ ചിറക് പറഞ്ഞു പോകുന്നതായി നാം കാണുന്നുണ്ട്. ദാനിയേൽ 7-ന്റെ 3-4 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന
പറയുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. അപ്പോൾ സിംഹത്തോട് ഒന്ന് നിർത്തുക. ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. വായിച്ചു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറിഞ്ഞുപോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി മതി മതി മനുഷ്യനെ മതി പോലെ നിവർത്തി. മതി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അപ്പോൾ ഒന്നാം മൃഗം ബ്രിട്ടൻ ഒരു വലിയ ശക്തിയായി, ഗ്രേറ്റ് ബ്രിട്ടൻ ഒരു വലിയ ശക്തിയായി. ഇന്ത്യ വരെ അതിൻ്റെ അധീനതയിലായിരുന്നല്ലോ, ബ്രിട്ടീഷുകാരുടെ അധീനതയായിരുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് വരെയുള്ള ദീർഘകാലങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് കീഴിലായിരുന്നു, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് വെള്ളക്കാരുടെ ശക്തി ഒരു വലിയ ശക്തിയായി നിന്നു. ആ സിംഹം അതിന് കഴുകൻ ചിറകുണ്ടായിരുന്നു. എങ്കിൽ പറന്ന് പൊങ്ങി അങ്ങ് വളരാനും ഉയരാനും ഒക്കെ ചിറകാണല്ലോ സഹായിക്കുന്നത്. അങ്ങനെ ഞാൻ ബ്രിട്ടൻ ഉയർന്ന വളർന്ന വലിയ ശക്തിയായി നിൽക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ആ ചിറകങ്ങ് പറഞ്ഞുപോയി. അങ്ങനെ ഈ സിംഹത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നതായ കഴുകൻ ചിറകാണ് എന്ത്? അമേരിക്ക. പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഈ കഴുകൻ അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ്. അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ് ഈ കഴുകൻ. ഇന്ന് ഈ അമേരിക്കൻ ഡെമോക്രസി എങ്ങനെയാണ് രൂപപ്പെട്ടത്? അല്പം ചരിത്രത്തിലേക്ക് പോവുകയാണ്, അല്പം ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. അമേരിക്കൻ ഡെമോക്രസി എങ്ങനെ രൂപപ്പെട്ടു? അത് രൂപപ്പെടുത്തുവാൻ പിൽഗ്രിംസ് ഫാദേഴ്സ് എന്ന് പറയും. പിൽഗ്രിംസ് ഫാദേഴ്സ് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ചരിത്രം പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററി പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ലോകചരിത്രമൊക്കെ പഠിച്ചവർക്ക് അറിയാം. ഉണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാകും. പിൽഗ്രിം ഫാദേഴ്സ്, അവരുടെ കുടിയേറ്റം 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു കാലമായിരുന്നു. അന്ന് ബൈബിൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല. ബ്രിട്ടനിൽ 16-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1620, 17-ാം നൂറ്റാണ്ടിൽ 1620 ഇംഗ്ലണ്ടിൽ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ഒരു കൂട്ടം ദൈവമക്കൾ, ആരാധിക്കാൻ ഉള്ളത്തിൽ കൊതിയുള്ള വീണ്ടും ജന്മം പ്രാപിച്ച ഒരു കൂട്ടം ദൈവമക്കൾ, ദൈവത്തെ ആരാധിക്കാൻ ഉള്ളത്തിൽ ദാഹം കത്തിയിരിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കൾ, കുറേ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികൾ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളതായ ഒരു സ്ഥലം തേടി 1620 അവർ ഇംഗ്ലണ്ടിൽ നിന്ന് മേഫ്ലവർ എന്ന ഒരു കപ്പലിൽ യാത്ര തിരിച്ചു. അങ്ങനെ അവർ യാത്ര ചെയ്ത് അമേരിക്കയിൽ വന്നെത്തി, അമേരിക്കയുടെ തീരത്ത് വന്നെത്തി. അവരെയാണ് പിൽഗ്രിംസ് ഫാദേഴ്സ് എന്നറിയപ്പെടുന്നത്. അവരാണ് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ സ്ഥാപകർ. അമേരിക്കൻ ഡെമോക്രസി അവരാണ് രൂപം കൊടുത്തത്. 1620 അമേരിക്ക എത്തിച്ചേർന്നവർ അന്ന് കൊടും തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. ഇവിടെ എങ്ങനെയാണല്ലോ, ഇവിടുത്തെ തണുപ്പും അതുപോലെ തന്നെ രോഗങ്ങളും പട്ടിണി, ആഹാരമില്ല, പട്ടിണി, ഇതെല്ലാം അവരിൽ പലരും മരിച്ചു പോകാനിടയായി. അങ്ങനെ അന്ന് അവർ വന്നെത്തിയതായ സമയത്ത് അമേരിക്കയിലുള്ളതായ ആളുകൾ റെഡ് ഇന്ത്യൻസാണ്, അമേരിക്കക്കാർ. ഇവിടുത്തെ ആദിവാസികൾ, ഇവിടെ അമേരിക്കയിലെ ആദിവാസികൾ, അവർ റെഡ് ഇന്ത്യൻസാണ്, റെഡ് ഇന്ത്യൻസ്. ഇവിടുത്തെ ആ റെഡ് ഇന്ത്യൻസ് ഇവരെ സഹായിച്ചു. കൃഷി ചെയ്യാനും
വേട്ടയാടാനും മീൻ പിടിക്കാനുമെല്ലാം അവർ പഠിപ്പിച്ചു. അങ്ങനെ ആ വിശ്വാസികൾ ഇവിടെ കൃഷി ചെയ്തു. നല്ല വിളവ് കിട്ടി. ആദ്യത്തെ വിളവെടുപ്പ് മെയ് മാസമാണ്. അവർ കൃഷി ചെയ്ത് ആദ്യത്തെ വിളവെടുപ്പ് നല്ല വിളവ് വന്നു. ആദ്യത്തെ വിളവെടുപ്പിൽ അവരെല്ലാവരും ദൈവത്തിന് നന്ദി കരയറ്റാൻ, ദൈവത്തെ സ്തുതിക്കാൻ, അവർക്ക് ലഭിച്ചതായ ആ വിളവ് ആസ്വദിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് നന്ദി കരയറ്റുവാൻ അവർ ഒരുമിച്ച് കൂടി. അതാണ് താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത്. ഇന്നും അമേരിക്കയിലെ പബ്ലിക് ഹോളിഡേ ആണ് താങ്ക്സ് ഗിവിങ്. അന്നിവിടെ ഈ ടർക്കി കോഴികൾ എല്ലാവരും ടർക്കി അന്ന് അവർ വിശപ്പടക്കാനായിട്ട് കാട്ടിൽ നിന്ന് പിടിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ ടർക്കി ഉണ്ടാക്കി കഴിക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ 1863 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കണാണ് ഈ താങ്ക്സ് ഗിവിങ് പബ്ലിക് ഹോളിഡേ ആയിട്ട് അമേരിക്കയിൽ പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അന്ന് ദാനിയേൽ സമുദ്രത്തിൽ കയറി വരുന്ന ആ മഹാമൃഗത്തെ, ഒന്നാം മൃഗമായ സിംഹത്തെ, അതിന് കഴുകിൻ ചിറകുണ്ടായിരുന്നു. നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അതിൻ്റെ ചിറക് പറഞ്ഞു പോന്നു. ബ്രിട്ടനിൽ നിന്ന് ആ സിംഹത്തിൻ്റെ പറഞ്ഞു പോകുന്നതായ ചിറകാണ് വെള്ളക്കാരുടെ ശക്തിയായി മാറിയ ഈ അമേരിക്ക എന്ന് പറഞ്ഞത്. അന്ന് പ്രവാചകൻ കണ്ടതായ ദർശനം എപ്രകാരം നിറവേറപ്പെട്ടു. ബൈബിൾ വായിക്കുമ്പോൾ അമേരിക്ക എന്നൊരു പേരില്ല. മറ്റനേക രാജ്യങ്ങൾ നാം കാണുന്നുണ്ട്, സ്ഥലങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് ലോകത്തെ ഒന്നാമത്തെ ശക്തിയായി മാറിയിരിക്കുന്ന അമേരിക്ക എന്ന രാജ്യം ബൈബിൾ വായിക്കുമ്പോൾ നാം കാണുന്നില്ല. എന്നാൽ അന്ന് ദാനിയേൽ കണ്ടതായ ആ സിംഹത്തിൻ്റെ ചിറക് അത് പറഞ്ഞു വന്നതാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കൻ ഡെമോക്രസി. ബ്രിട്ടീഷുകാരുടെ ചിഹ്നം സിംഹമാണ്. അവരുടെ ഭാഷ ഇംഗ്ലീഷാണ്. നിറം വെളുപ്പാണ്. പാശ്ചാത്യരുടെ കൊടിയുടെ നിറം വെളുപ്പാണ്. മുടിയുടെ നിറം വെളുപ്പാണ്. അവരുടെ തന്നെ നിറം വെളുപ്പാണ്. അവരെ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വെള്ളക്കാരെന്നാണ് വിളിക്കപ്പെടുന്നത്. വൈറ്റ് ഫോഴ്സ്, വെള്ളക്കുതിര. നാം നോക്കിയാൽ ഇന്ന് ഈ ലോക സംസ്കാരം, ലോകം ഇതുപോലെ രൂപപ്പെടുന്നതിൽ വൈറ്റ് ഫോഴ്സിൻ്റെ ശക്തി, വെള്ളക്കാരുടെ ശക്തി, അവരെ മറന്നു കളയാൻ കഴിയുന്നതല്ല. ഈ വൈറ്റ് ഫോഴ്സ് അവർക്ക് വലിയ അധികാരം വെള്ളക്കാർക്ക് ലഭിച്ചു. പൊതുവേ ഈ വെള്ളക്കാർ നൽകുന്നതെല്ലാം ഒരു സമാധാനത്തിൻ്റെ ആഹ്വാനമാണ്. അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളോ അങ്ങനെയൊന്നുമല്ല. എല്ലായിടത്തും ഒരു സമാധാനത്തിൻ്റെ ആഹ്വാനമാണ്. അമേരിക്ക എല്ലായിടത്തും നടത്തുന്നത് ഒരു സമാധാന ശ്രമമാണ്. തീവ്രവാദികളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും എല്ലാം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ അമേരിക്കയ്ക്കുള്ളത്. നമുക്കെല്ലാം ഇപ്പോൾ അറിയാവുന്നതായ കാര്യങ്ങളാണ്. തീവ്രവാദത്തെ ഇല്ലാതാക്കുക, തീവ്രവാദികളെ ഇല്ലാതെയാക്കുക. അതിന് ഏറ്റതായ മുറിവാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. നമുക്കറിയാവുന്ന കാര്യമാണ്. 1911 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഒരു ഫ്ലൈറ്റ് ഇടിച്ച് തകർന്ന് എത്രയോ പേർ, ബിൻ ലാദൻ, അതൊക്കെ നമുക്കറിയാവുന്നതായ കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്ര മനസ്സിലാക്കുക, വൈറ്റ് ഫോഴ്സ്, വെള്ളക്കുതിര, കീടവും കിട്ടി, അതിന് അധികാരവും കിട്ടി, ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ വിളിക്കുന്നതായ ജീവിയും പ്രത്യക്ഷപ്പെടുന്നതായ വെള്ളക്കുതിരയും, 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിളിക്കുന്നതായ ജീവിയും പ്രത്യക്ഷപ്പെടുന്നതായ വെള്ളക്കുതിരയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവനും അവൻ്റെ കയ്യിലുള്ളതായ വില്ലും
അവൻ ലഭിച്ചതായ കിരീടവും അധികാരവും ഇന്ന് ജയിച്ച് മുന്നേറുന്നതുമെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ വരവിനായി, ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ഈ ലോകത്തെ ഒരുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന അമേരിക്കയും ഈ ലോകത്തെ ഒരുക്കുവാനായിട്ട് ദൈവം ഈ ലോക ശക്തികളെ ഉപയോഗിക്കുന്നു. ദൈവം അമേരിക്കയെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചു, മനുഷ്യൻ്റെ രാജത്വത്തിൻ്റെ മേൽ വാഴുന്ന അത്യുന്നതനായ ദൈവം ഇവരെ ഉപയോഗിക്കുകയാണ്. ഈ ലോക ശക്തികളെ മനുഷ്യൻ്റെ രാജത്വത്തിൻ്റെ മേൽ വാഴുന്ന അത്യുന്നതനായ ദൈവം ഉപയോഗിക്കുകയാണ്. തനിക്ക് ബോധിച്ചവനെ ദൈവം അതിനായി നിയമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വെള്ളക്കാരുടെ ആ മുന്നേറ്റം, ആധിപത്യം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജയിക്കുന്നവനായും ജയിക്കാനായും വെള്ളക്കാരുടെ ആധിപത്യം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു രണ്ടാമത്തെ കുതിര വരികയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ടാമത്തെ ലോകശക്തി രൂപം കൊള്ളുന്നു. അതാണ് ചുവന്ന കുതിര. ദൈവം കരുതുന്നുവെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പോൾ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകത്തക്കവണ്ണം ലളിതമായിട്ടാണ് പറഞ്ഞതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ദൈവം പ്രവർത്തിക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തത്, തൻ്റെ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തത് എല്ലാം നിറവേറുന്നു, എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഒന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര, വെള്ളക്കാരുടെ ആധിപത്യം ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അധികാരം ലഭിച്ചു, കിരീടം ലഭിച്ചു. സമാധാനമാണ്, എപ്പോഴും സമാധാനത്തിൻ്റെ ആഹ്വാനം. വെള്ളക്കുതിര, വെള്ള നിറം, വില്ല്, സമാധാനത്തിൻ്റെ ആഹ്വാനം, കിരീടം, അധികാരം. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ജയം മാത്രം. ഏതാണ്ട് ഇന്ന് നാം എത്തിയിരിക്കുന്നതായ നാളുകളിൽ നാം നോക്കുമ്പോൾ ഒരു വലിയ സത്യം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ താങ്ങുന്ന അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. മുദ്രകൾ ഓരോന്നോരോന്ന് പൊട്ടിച്ച് ഈ ലോകത്തെ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കണം, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് 7 വർഷം മുമ്പ് സഭ ഈ ഭൂമിയിൽ നിന്നെടുക്കപ്പെടും. മധ്യാകാശത്ത് കർത്താവ് കടന്നു വരും. ഞാനും നിങ്ങൾ ഒരുങ്ങണം. ഞാനും നിങ്ങൾ ഒരുക്കപ്പെടുവാൻ, ഞാനും നിങ്ങളും അവൻ്റെ മടങ്ങി വരവെങ്കിൽ ചേർക്കപ്പെടുന്നവരായി ഒരുക്കപ്പെടുവാൻ ദൈവം ഈ ശുശ്രൂഷകളെല്ലാം തന്നു. നമ്മൾ കണ്ണു അടച്ച് ഒരാശ്വാസം കിട്ടിപ്പോകേണ്ട വഴിയല്ലേ ആത്മീയ വഴി എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും അത് മതി. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും. ഒരാശ്വാസം കിട്ടണം, ഒരു സമാധാനം കിട്ടണം, ഭാരങ്ങളെല്ലാം മാറണം, രോഗങ്ങൾ വന്നാൽ മാറണം, നല്ല ജോലി കിട്ടണം, മക്കൾക്ക് നല്ല ഭാവി കിട്ടണം, അങ്ങനെ ബിസിനസ് നന്നായി വരണം. ഇങ്ങനെ ഒരു വഴി ആത്മീയത്തിൽ തിരഞ്ഞെടുക്കുന്നവരായി നിൽക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം നേരിട്ടാലും എനിക്ക് വേണ്ടി ചങ്ക് തുറന്നു തന്ന എൻ്റെ പ്രാണപ്രിയൻ എന്നെ ചേർക്കാൻ വരുമ്പോൾ എനിക്ക് അവനോടുകൂടെ പറന്നു പൊങ്ങണം. എനിക്കെൻ്റെ യേശുവിൻ്റെ അരികിൽ കടന്നു ചെല്ലണം. അതിന് തക്കവണ്ണം എനിക്ക് രൂപപ്പെടണം. തീർന്നില്ല. അന്ന് എനിക്ക് പ്രതിഫലങ്ങൾ പകർന്നു തരുമ്പോൾ, എനിക്ക് അന്ന് പ്രതിഫലങ്ങൾ അളന്നു തരുമ്പോൾ എനിക്ക് ചിലതൊക്കെ നേടണം. അതിനുവേണ്ടി ബോവസിൻ്റെ വയലിൽ എനിക്ക് വേല ചെയ്യണം. ഉപദേശമാകുന്ന പുതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ആയിരിക്കണം. ഈ തിരുവചനത്തിൻ്റെ ഉപദേശമാകുന്ന പുതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ആയാൽ മാത്രമേ നേരം പുലരുമ്പോൾ എനിക്ക് അളന്നെന്തെങ്കിലും കിട്ടുകയുള്ളൂ. അതാണ് ഈ ഉപദേശം. അതാണ് ദൈവത്തിൻ്റെ വചനം. അതിനുവേണ്ടിയാണ് വചനം പഠിക്കുന്നത്. അതിനുവേണ്ടിയാണ് തിരുവചന സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ തലകൾ ഉണക്കാം.
കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേൾപ്പാൻ നൽകി തന്ന ഈ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രത്യാശയുള്ളവരായി മാറുവാൻ നിൻ്റെ വചനം ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അവിടുത്തെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.